ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹമുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്ഥിരം കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം എന്നിവയ്ക്കൊക്കെ പകരമായാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കേണ്ടത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസും ലഭിക്കുന്നതാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 4 മണിക്കൂറെങ്കിലും വിശപ്പ് അനുഭവപ്പെടുകയില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ 20 ഗ്രാം റോസ്റ്റ് ചെയ്തെടുത്ത ഓൾഡ് ഫാഷൻഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്താലും മതി. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ഓട്സ്. ഓട്സിലെ ഫൈബർ കണ്ടൻ്റായ ബീറ്റ ഗ്ലൂക്കൺ ആണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ചിയാ സീഡ്സ്. ഫൈബറും കാൽഷ്യവും സിങ്കും അയണും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ ചിയാ സീഡ്സ് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഫൈബർ ധാരാളം കാണപ്പെടുന്നതിനാൽ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ലോസിനുമൊക്കെ വളരെ നല്ലതാണ് ചിയാ സീഡുകൾ. 1 ടീസ്പൂൺ ചിയാ സീഡ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കുക. സോക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് എല്ലാം കൂടി വരും. ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റോസ്റ്റ് ചെയ്തെടുത്ത ഓട്സ് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. കോഫി പൗഡറിലെ ന്യൂട്രിയൻസ് ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് സിനാമൺ പൗഡർ. 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് സിനാമൺ. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് കൊഴുപ്പ് നീക്കിയ പാൽ ചേർത്ത് കൊടുക്കുക. ഈ പാലിന് പകരം നിങ്ങൾക്ക് പ്ലാന്റ് ബേസ്ഡ് മിൽക്കും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ബദാം മിൽക്കോ അല്ലെങ്കിൽ സോയ മിൽക്കോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്ത ഓട്സ് കോഫി സ്മൂത്തി ഒരു ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്കോ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കുക. ചിയാ സീഡ്സിൻ്റെ സൈസൊക്കെ ഇപ്പോൾ വലുതായി വന്നിട്ടുണ്ട്. ഇത് ഈ സ്മൂത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഈ സ്മൂത്തിയിലേക്ക് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രൂട്ട്സിനായി ഞാനിവിടെ 1 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആപ്പിൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്താലും മതി. ഫ്രൂട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പംകിൻ സീഡ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പംകിൻ സീഡ്സ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും വെയിറ്റ് ലോസ് ചെയ്യാനും സ്കിന്നിനുമൊക്കെ വളരെ നല്ലതാണ് പംകിൻ സീഡ്സ്. പംകിൻ സീഡ്സ് ആഡ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ഡ്രൈ ഫ്രൂട്ട്സായി എടുത്തിരിക്കുന്നത് ക്രാൻബെറീസ് ആണ്. ക്രാൻബെറീസ് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ ഇതിന് പകരം വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് ബദാമോ, പിസ്ത, അങ്ങനെയുള്ള വാൽനട്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ തയ്യാറായി. ഇത് നിങ്ങൾക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും മറ്റ് ന്യൂട്രിയൻസുമൊക്കെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും വെയിറ്റ് ലോസിനുമൊക്കെ വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മധുരം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ 2-3 ഈന്തപ്പഴം കൂടെ ചേർക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ആണെങ്കിൽ മാത്രം ഈന്തപ്പഴം ചേർക്കുക. അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ മധുരം കാണും. തന്നെയുമല്ല, ക്രാൻബെറീസിൽ അല്പം മധുരമുണ്ട്. മധുരത്തിനായി നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പഞ്ചസാരയൊഴികെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പിയാണ്. നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.